ഇപ്പൊ നമ്മുടെ മിങ് അവളോട് ഗുഡ് ബൈ പറയാൻ വേണ്ടി വരും. പക്ഷെ ഷാൻഷാ മൈൻഡ് ചെയ്യത്തോണ്ട് അവൻ ആ ദേശത്തി അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷാൻഷായും അവളുടെ കൂട്ടുകാരി ഹുവാങ്ങിനോട് ഈ കാര്യം എടുത്തു പറഞ്ഞോണ്ടിരിക്കും. എടി മിങ് എനിക്ക് വേണ്ടി കുറെ സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ അവനോട് അവസാനമായിട്ട് ഒരു ഗുഡ് ബൈ പോലും പറഞ്ഞില്ല, ഇതെന്റെ തെറ്റാ. എന്നിട്ട് അവൾ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് ഹുവാങ്ങും ഷാൻഷായി ഞാൻ വിചാരിക്കുന്നത് നിനക്ക് ആ മിങ്ങിന് ഇഷ്ടമെന്ന്, കാരണം എപ്പൊ നോക്കിയാലും നീ അവനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്നിട്ട് അവൾ പറയുമ്പോൾ ഷാൻഷായ് അതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ അവൾ സൈലന്റ് ആയിട്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇപ്പൊ മിങ്ങും ചേച്ചിയും കൂടെ ലണ്ടനിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. അങ്ങനെ അവരെ പറഞ്ഞയക്കാൻ വേണ്ടി എല്ലാം വരുമ്പോഴാണ് ചേച്ചി അവർക്കെല്ലാം ഗുഡ് ബൈ പറഞ്ഞ ശേഷം ഹുവയോട് മാത്രം പ്രത്യേകിച്ച് പറയും, ഹുവ നീ ഈ ഷാൻഷായും തമ്മിലുള്ള റൊമാൻറ്റിക് ലൈഫ് കുറച്ചും കൂടെ മുമ്പോട്ട് പോകും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് അവനോട് പറഞ്ഞിട്ട് നേരെ നമ്മുടെ മിങ്ങിനെ നോക്കും. എടാ നിന്റെ ഫ്രണ്ട്സിനോട് ബായ് ഒന്നും പറയുന്നില്ല, പ്രത്യേകിച്ച് ഹുവയോട്. എന്നിട്ട് ചേച്ചി പറയുമ്പോൾ അവനൊന്നും പറയാൻ സൈലന്റ് ആയിട്ട് നിൽക്കും. അപ്പോഴാണ് ഹുവ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ മിങ്ങിന്റെ ചെവി സീക്രട്ട് ആയിട്ട് എന്താ പറയും. ഇത് കേട്ട് അവന് ഷോക്കാകുമ്പോഴാണ് യാനിഫും കൂടെ ഇത് കണ്ടിട്ട് എടാ യുമാരന്തോടെ നമ്മളറിയത് സീക്രട്ട് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് അവന്മാർ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം മിങ്ങും ചേച്ചിയും കൂടെ ഫ്ലൈറ്റിൽ കയറുമ്പോഴാണ് നമ്മുടെ മിങ് മാത്രം ടെൻഷൻ ആയിക്കൊണ്ട് ഹുവ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കും. അതായത് അവൻ പറഞ്ഞെന്തോന്ന് വെച്ചാൽ അവന് ഷാൻഷായിട്ട് നിന്ന് മനസ്സിലായത് അവൾക്ക് അവനെയല്ല മിങ്ങിനെ ഇഷ്ടമെന്ന്. അങ്ങനെ ഈ കാര്യമൊക്കെ നമ്മുടെ മിങ് കുറെ ആലോചിച്ച് നോക്കിയിട്ട് ചേച്ചി എനിക്ക് കുറച്ച് അത്യാവശ്യ പണിയുണ്ട്, ഞാൻ ലണ്ടനിൽ വരുന്നില്ല. എന്നിട്ട് അവനെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇത് കേട്ട് ചേച്ചിയും എന്തുവാണ് നീ ആളെ കളിയാക്കുന്നത്, മര്യാദയ്ക്ക് ഇവിടെ ഇരാടാ. എന്നിട്ട് അവനെ പിടിച്ച് തടയാൻ നോക്കും. പക്ഷെ അതൊന്നും കേൾക്കാതെ മിങ്ങും പോകാൻ നോക്കുമ്പോഴാണ് ചേച്ചി വേറെ വഴിയില്ലാതെ ഒരൊറ്റ അടി വെച്ചാൽ കൊടുക്കും. അതോടെ നമ്മുടെ മിങ് ബോധമില്ല വീണും. അതിനുശേഷം അവന് വേറെ വഴിയില്ലാതെ ചേച്ചിയുടെ കൂടെ ലണ്ടനിൽ പോകും. അപ്പോഴാണ് അവനും എങ്കിൽ ശരി ഇനിയിപ്പോ ഞാൻ നാട്ടിലേക്ക് പോട്ടെ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ചേച്ചിയും എടാ നിനക്ക് എന്തോടെ പറ്റിയ, നീ അല്ലേ ലണ്ടനിൽ വന്ന് പഠിച്ചിട്ട് അമ്മയുടെ ബിസിനസ് ഒക്കെ നോക്കാന്ന് പറഞ്ഞ, ഇപ്പൊ എന്ത് തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത്. ഒരു കാര്യം ഓർത്തോ, നമ്മുടെ അമ്മ സ്ട്രിക്റ്റാ, നമ്മുടെ ഫാമിലി ബിസിനസ് അടുത്ത് നീയാ നോക്കണ്ടേന്ന് അവർ ഉറച്ചിരിക്കുക. അതുകൊണ്ട് നിനക്ക് എന്ത് അത്യാവശ്യ കാര്യം ഉണ്ടായാലും നീ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയാൽ മതി. എന്നിട്ട് അവനെ പിടിച്ച് അവിടെ ഇരുത്തിക്കും. എന്നിട്ട് അവനും പുറത്ത് റെസ്റ്റോറന്റിൽ ചെന്ന് അവിടുത്തെ ലേഡിയോട് ഫുഡ് ഉണ്ടാക്കാൻ പറയുമ്പോഴാണ് അവരവനെ മുമ്പേ കണ്ട പരിചയത്തി അവൻ ഇഷ്ടപ്പെട്ട കുറെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് പറയും, മിങ് ഇതേപോലെ പണ്ട് നിന്റെ അമ്മയൊന്നും നിന്നെ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് എന്റെ കട ആഹാരത്തിന് വേണ്ടി വന്ന് കൊച്ചുപയനായതുകൊണ്ട് ഞാനും പാവപ്പെട്ട് ഫുഡ് കൊടുത്ത്. എന്നിനെ പഴയ സ്റ്റോറീസ് ഒക്കെ എടുത്ത് പറയുമ്പോഴാണ് ഇത് കേട്ടവനും ആന്റി കൊച്ചു പ്രായത്തിലല്ല ഇപ്പോഴും ഞാൻ ഫ്രീ ആയിട്ട് കഴിക്കാനാ വന്ന്, ഇതിനും ഞാൻ പൈസ തരത്തില്ല. എന്നിട്ട് അവൻ ആ ഫുഡ് കഴിക്കുമ്പോഴാണ് പെട്ടെന്ന് ഷാൻഷയുടെ ഓർമ്മ വരുന്നത്. അതായത് അവളുടെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് അവനൊരു ദിവസം അവളുടെ ഫേസ് അടിച്ചാണ്. അങ്ങനെ തെറ്റാന്ന് ഇപ്പോഴാണ് നമ്മുടെ മിങ്ങിന് മനസ്സിലാവുന്നത്. അതേസമയം നമ്മുടെ ഷാൻഷയെ കുക്കിംഗ് പഠിപ്പിക്കുന്ന ചെഫിന് നാളെ ഒരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അതായത് വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി അത് വരുന്ന ഗസ്റ്റിനെ കൊടുക്കണം. അങ്ങനെ അവൻ അതിനു വേണ്ടി കുറെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയതുകൊണ്ട് അത് എക്സ്ട്രാ ബോയിലായി ഫുഡെല്ലാം കൊളായി പോകും. അങ്ങനെ അവനും ഇന്നെങ്ങനെ ഫുഡ് ഉണ്ടേ കാണിക്കും പറഞ്ഞ് അവൻ ടെൻഷനായിരിക്കുമ്പോൾ പെട്ടെന്ന് ഷാൻഷ അവിടെ നിന്ന് ഓടിച്ചെന്ന് ഒരു ഇല വാങ്ങിക്കാൻ പോകും. കാരണം ആ ഇല ഇട്ട ആ ഫുഡിന്റെ പ്രശ്നം എല്ലാം സോൾവ് ആകുന്നു. അങ്ങനെ അതിനുവേണ്ടി അവളും കുറെ കട നോക്കുമ്പോൾ അവിടുത്തെ കടകളിലൊന്നും ആ ഇല കാണത്തില്ല. അങ്ങനെ അവസാനം ഒരു കട മാത്രം ആ ഇല കാണും. പക്ഷെ അവിടുത്തെ അമ്മൂമ്മ അതിന് കുറെ പൈസ പറഞ്ഞുകൊണ്ട് അവളും വേറെ വഴിയില്ലാതെ കടവായിട്ട് അവളുടെ ID കാർഡ് വെച്ചിട്ട് ആ ഇലയും വാങ്ങിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. പക്ഷെ അതും കയ്യിൽ നിന്ന് തറയിൽ പോയി നശിച്ചു പോകുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ ഷാൻഷ ഇതിനുമ്പോൾ രക്ഷിച്ച അമ്മൂമ്മ വന്ന് അവൾക്ക് ആ ഇല എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നത്. മോളെ ഇത് വെച്ചോ, ഞാൻ ഇത് വീട്ടിലേക്ക് വാങ്ങിച്ചോണ്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അവൾക്കത് ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെ ഷാൻഷ അതും വാങ്ങിച്ച് താങ്ക്സ് പറഞ്ഞ് നേരെ വീണ്ടും ആ റെസ്റ്റോറന്റിൽ പോകുമ്പോഴാണ് ആ ചെഫ് അവളെ കണ്ടിട്ട് ഷാൻഷായ് നീ എവിടെ പോയി, ഇപ്പൊ ഗസ്റ്റ് ഒക്കെ വരും എന്നിങ്ങനെ അവനും പറയുമ്പോഴാണ് പെട്ടെന്ന് അവളെ ഇല കൊടുത്തിട്ട് ചെഫ് നിങ്ങളൊന്നും പേടിക്കണ്ട, ഈ ഇല അതിനകത്ത് ഇട്ടാൽ മതി, ഫുഡ് പഴയതുപോലെ പക്ക ടേസ്റ്റാ. എന്നിന് അവള് പറയുമ്പോൾ ഇത് കേട്ട് അവന് വിശ്വസിച്ച് ആ ഫുഡ് എടുത്ത് അവിടെ വന്നേക്കുന്ന ഗസ്റ്റിനെല്ലാം കൊടുക്കും. അങ്ങനെ ഷാൻഷ പറഞ്ഞ പോലെ അവസാനം ആ ഫുഡ് അവർക്ക് ഇഷ്ടപ്പെട്ട് അവൻ ഇവിടുത്തെ ഹെഡ് ചെഫ് ആക്കും. അതേസമയം മിങ്ങും ലണ്ടനിൽ ഇരുന്നുകൊണ്ട് എഫ്ആറായിട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോഴാണ് അവന്മാരും ചോദിക്കുന്നത് എടാ മിങ് ലണ്ടനിൽ പോയി എല്ലാം പെണ്ണിന് സെറ്റ് ആക്കിയ. എന്നിട്ട് അമ്മമാർ ചോദിക്കുമ്പോഴാണ് അവനും എവിടെ നാളാ ഇതുവരെ ഞാൻ എനിക്ക് ചേരുന്ന പെണ്ണുങ്ങളൊന്നും കണ്ടുമുട്ടിയില്ല, ഹുവ എന്തി അവനെ കാണാനില്ലല്ലേ. എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ ഇവന്മാർ ഫോൺ എടുത്ത് അവന്റെ കൊടുക്കും. അപ്പോഴാണ് മിങ്ങും എടാ ഹുവ എന്ത് നിന്റെ ഷാൻഷായി അവളുടെ കൂടെ എപ്പോഴും കറങ്ങുന്നത്, ഇപ്പൊ അവിടെ പോയി. എന്നിട്ട് അവനും ചുമ്മാ തമാശ ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവനും എടാ മിങ് ഞാൻ ഷാൻഷയെ കണ്ടിട്ട് ഇപ്പൊ കുറെ ദിവസമായി, ഞങ്ങൾ അധികം ഒന്നും സംസാരിക്കത്തില്ല. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും ഓ ചുമ്മാ തള്ളാതെ ഷാൻഷയെ നീ അധികം സംസാരിക്കത്തില്ലെന്ന്. എന്നിട്ട് ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ കൂടെ ഷാൻഷയെ നടന്നു വന്നത്. ഇത് കണ്ട് ഹുവയും എടാ ഷാൻഷയതോ ബാക്കിൽ പോന്ന് നീ വേണേ കണ്ടോ. എന്നിനെ ഫോൺ എടുത്ത് അവൾക്ക് നേരേക്കും. അങ്ങനെ ഷാൻഷ എന്തായാലും വെച്ചിങ്ങനെ മൂഡ് അപ്സെറ്റ് ആയിട്ട് പോകുമ്പോഴാണ് ഇത് കാണുന്ന മിങ്ങിനും ചെറിയ വിഷമം വരും. അതിനുശേഷം ഇപ്പൊ ആ ചെഫും നമ്മുടെ ഷാൻഷയെ സഹായിച്ചുകൊണ്ട് അവളോട് ചെറിയ സ്നേഹം തോന്നി ട്രീറ്റ് ആയിട്ട് അവൾക്ക് വേണ്ടി പുറത്തുപോയി കുറെ ഫുഡൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് ഇവരുണ്ടേലും പുറത്തേക്ക് നടക്കുമ്പോഴാണ് അവനും ചോദിക്കുന്നത് ഷാൻഷായ് ഞാൻ പാചകം ചെയ്യുമ്പോൾ എല്ലാം എപ്പോഴും നീ എന്റെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹം. എന്നിട്ട് അവനും പ്രൊപ്പോസ് ചെയ്യുമ്പോഴാണ് ഇത് മനസ്സിലാവാതെ ഷാൻഷായും ചെഫ് നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും കൂടെയല്ലേ കാണുന്നത് പിന്നെന്തുവാ. എന്നിട്ട് അവൾ പറയുമ്പോൾ ഇത് കേട്ട് വീണ്ടും അവനും ഷാൻഷായ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് എന്തോന്ന് വെച്ചാ. എന്നിട്ട് അവനും പറയുമ്പോൾ പെട്ടെന്ന് സൈഡിൽ നിന്ന് വേറൊരു വോയിസ് കേൾക്കും എടി മണ്ടി അവൻ ഉദ്ദേശിച്ചത് അവനെ ലൈഫ് ലോങ് നീ അവന്റെ കൂടെ നിൽക്കണമെന്ന്, അതായത് അവൻ നിന്നെ പ്രൊപ്പോസ് ചെയ്ത. എന്നതിനെ സൈഡിൽ നമ്മുടെ മിങ് വന്ന് നിൽക്കും. ഇവനെ കണ്ട് അവള് ഷോക്കാകുമ്പോഴാണ് അവനടുത്തേക്ക് വന്നിട്ട് ഷാൻഷായ് ഒരു പയ്യനായിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങുമ്പോഴൊക്കെ അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നീ അറിയണം, ഇവനൊക്കെ ചെഫെന്ന് പറഞ്ഞാൽ നീ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ, കാരണം ഇവനൊരു റിച്ച സ്വന്തം ഐഡന്റിറ്റി മറിച്ച് നീ ഇങ്ങനെ പെണ്ണുങ്ങളെ വീഴ്ത്താവോ മോനെ. എന്നതിന് അവനെ അവോയ്ഡ് ചെയ്ത് ഷാൻഷയെ വിളിച്ചോണ്ട് അവൻ അവിടെ നിന്ന് പോകും.
അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഷാൻഷയുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവളും ചോദിക്കുന്നത്, മിങ് നീ ലണ്ടനിലല്ലേ പോയ, പിന്നെ നീ തിരിച്ചു വന്ന. ഇതിന് അവൾ ചോദിക്കുമ്പോൾ അവനും, ഷാൻഷായി ഓലേശ് ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ അവൻ ചെഫായിട്ട് നിന്നെ പറ്റിച്ച് നിന്നെ അവസാനം ചതിച്ചേനെ. ഇതിന് അവനും പറയുമ്പോഴാണ് അവളും, ഓ അപ്പൊ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ ലണ്ടനിൽ നിന്ന് ഇവിടെ വന്നത്. ഇതിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ടവനും, ഷാൻഷായി നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആരാ വന്നത്, ഞാൻ ഇവിടെ വന്നത് എന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി. അപ്പോഴാ ചതിക്കപ്പെടുന്ന ഒരു പെണ്ണിനെ കണ്ട് ഞാൻ ചുമ്മാ ഹെൽപ്പ് ചെയ്ത്. എന്നിട്ട് ഇവരുടെ സംസാരിക്കുമ്പോൾ തന്നെ അവിടെ ഷാൻഷയുടെ അമ്മ വന്നിട്ട്, ഓ മോനെ മിങ് നീ എപ്പോഴും ഇവിടെ വന്ന് വാ വന്നിരിക്കും. എന്നിന് അവനെ വിളിച്ചിരുത്തി ഒരു രാജാവിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അവനെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കും. മോനെ മിങ് ഇപ്പോഴൊക്കെ നിന്നെ കാണാനില്ലല്ലോ. എന്നിന് അവരേക്കും അവനും, ആന്റി ഞാൻ ലണ്ടനിൽ നിന്ന് ഇപ്പൊ വന്നേ ഉള്ളു. എന്നിന് അവന് ക്ഷീണത്തിൽ കോട്ടുവായി ഇടുമ്പം ഇത് കണ്ടിട്ട് അമ്മയച്ഛനും കൂടെ, മിങ് ലണ്ടനിൽ പോയതിന്റെ ക്ഷീണം തോന്നുന്നു, മോമാണ് ഇന്ന് രാത്രി ഇവിടെ തന്നെ കിടന്നു. എന്നിന് അവനെ ഒരു ബെഡ് റെഡിയാക്കി ആകെയുള്ള നമ്മുടെ ഷാൻഷയുടെ റൂമിൽ തന്നെ അവനെ കിടക്കാൻ പറയും. എന്നിന് അവന് ഷാൻഷയുടെ ബെഡിൽ കിടന്ന് ഉരുളുമ്പോഴാണ് ഇത് കണ്ട് അവളെ അടുത്തേക്ക് വന്ന്, എടാ നീ ആ സൈഡിൽ കിടക്കുന്ന ചെറിയ ബെഡിൽ കട, ഇതെന്റെ. എന്നിന് അവനെ പിടിച്ച് മാറ്റിയിടും. അങ്ങനെ അവനും വേറെ ഡ്രസ്സ് ഇല്ലാത്തോണ്ട് ഷാൻഷയുടെ അച്ഛന്റെ ഡ്രസ്സ് ഇട്ട് കിടക്കുമ്പോഴാണ് ഇത് കണ്ട് അവളും ചിരിച്ചിട്ട്, നിനക്ക് ഈ ഡ്രസ്സ് നല്ലോണം ചേരുന്നുണ്ട്. എന്നിന് അവള് കളിയാക്കൊണ്ടിരിക്കും. ഇത് കണ്ട് അവനും, ഓ നിന്റെ അച്ഛന് വലിയ ഹൈറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ടാ പാന്റൊക്കെ ഇങ്ങനെ ട്രൗസറിനെ പോലെ പൊങ്ങി കിടക്കുന്നത്, മര്യാദയ്ക്ക് വന്ന് കട. എന്നിനെ മിങ് അന്ന് രാത്രി അവിടെ തന്നെ സ്റ്റേ ചെയ്യും. അപ്പോഴാണ് അവനും, ഷാൻഷായി ഞാൻ പോയതിനു ശേഷം നീ എന്നെ മിസ് ചെയ്തോ. എന്നിന് അവനും ചോദിക്കുമ്പോൾ അവളൊന്നും പറയായിരിക്കും. അപ്പോഴാണ് അവനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട്, ഓക്കെ ഞാൻ ഇതിനൊന്നും പറയുന്നില്ല, കിടന്നുറങ്ങിക്കോ. എന്നിനെ ഷാൻഷ ഇറങ്ങിയ ശേഷം അവൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചുമ്മാ അവളെങ്ങനെ തൊട്ട് നോക്കി ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം നമ്മൾ ഷാൻഷായും കുളിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ മിങ് ഷട്ടില്ലാതെ ഇങ്ങനെ വരുന്നത്. ഇത് കണ്ട് അവളും മേടിച്ചിട്ട്, എടാ നീ എന്ത് പകത്ത് കയറിയ. എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും, ഷാൻഷായി നീ കുളിക്കാൻ പോകണമെങ്കിൽ ഡോർ ലോക്ക് ചെയ്തോടെ, അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലൊക്കെ കയറി വരും. എന്നിന് അവനും പറയുമ്പോഴാണ് അവളും, എങ്കിൽ പിന്നെ നീ എന്റെ അച്ഛന്റെ ഷർട്ട് എടുത്തിട്ടാ പോരെ, എന്തിനെങ്ങനെ ഷട്ടിലായിരിക്കുന്നത്. എന്നിന് അവൾ ചോദിക്കും. ഇത് കേട്ട അവന്, ബെസ്റ്റ് നിന്റെ അച്ഛന്റെ ഷർട്ടിന് പകരം ഞാൻ ഇങ്ങനെ ചുമ്മാ തന്നെ റോഡിൽ ഇറങ്ങിപ്പോയ പെണ്ണുങ്ങളിൽ എന്റെ പുറ വരും, കണ്ടോ എന്റെ സിക്സ് പാക്ക് ഒക്കെ. എന്നിന് അവനും പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങ് പോകും. അതിനുശേഷം ഇവരുടെ കൂടെ ഒരുമിച്ച് കോളേജിലേക്ക് പോകുമ്പോഴാണ് ഇത് കണ്ട് ലീയും ചെന്നും കൂടെ ഷോക്കായി, മിങ് നീ എപ്പോഴാ നാട്ടിലേക്ക് വന്ന്. എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് മിങ്ങും, ഓ ഞാൻ ഇന്നലെ രാവിലെ വന്നോളൂ, പക്ഷെ എന്ത് ചെയ്യാനാ ക്ഷീണമായതുകൊണ്ട് ഞാൻ ഷാൻഷായുടെ വീട്ടിൽ തന്നെ ഉറങ്ങിപ്പോയി. എന്നിന് അവനും പറയുമ്പോൾ ഇത് കേട്ട് മിങ് ഷോക്കായി, എന്തുവാ ഷാൻഷാന്റെ വീട്ടിൽ ഉറങ്ങിപ്പോയെന്നോ. എന്നിന് അവന് ഷോക്കാകുമ്പോഴാണ് പെട്ടെന്ന് മിങ് അടുത്തേക്ക് വന്നിട്ട്, ആണടാ അവളുടെ അമ്മയാ അവളുടെ റൂമിൽ ചെന്ന് കിടക്കാൻ പറഞ്ഞ. എന്നിന് അവനും ചുമ്മാ പറയുമ്പോൾ ഇത് കേട്ട് അവൻ മൊത്തത്തിൽ ഷോക്കായി, എന്തുവാ ഷാൻഷയുടെ അമ്മ പറഞ്ഞ, ഇത് കുറച്ച് ഓവർ ആണല്ലേ. എന്നിന് അവനും പറയുമ്പോൾ അവരുടെ അതൊന്നും മൈൻഡ് ചെയ്താൽ ക്ലാസ്സിലേക്ക് അങ്ങ് പോകും. പക്ഷെ നമ്മുടെ ചെന്നിന് ഓൺ സൈഡ് ആയിട്ട് ഷാൻഷയെ പണ്ടോട്ട് ഇഷ്ട, അതുകൊണ്ട് അവൻ ഇത് കേൾക്കുമ്പോൾ മൂഡ് അപ്സെറ്റ് ആകും. അതേസമയം നമ്മുടെ മിങ്ങും എഫോറിനെ കാണാൻ പോകുമ്പോഴാണ് അവന്മാരും അവിടെ കാണത്തില്ല. അതുകൊണ്ട് അവന് ഫോൺ വിളിച്ച്, എടാ നിങ്ങൾക്ക് എവിടാടാ കോളേജ് എത്തിയില്ല. എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവന്മാരും പറയുന്നത്, എടാ മിങ് നീ എവിടാ, നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ ലണ്ടനിൽ എത്തിയാടാ, നീ പഠിക്കുന്ന അതേ കോളേജ് തന്നെ ഞങ്ങളെല്ലാം അഡ്മിഷൻ ഇട്ട്, എന്ത് നിന്നെ കാണാനില്ലല്ലേ. എന്നിന് അവന്മാരെല്ലാം പറയും. അപ്പൊ ഇത് കേട്ട് മിങ്ങും, എടാ മണ്ടന്മാരെ നിങ്ങൾ എന്തിനാണ് അവിടെ പോയെ, ഞാൻ നാട്ടിലേക്ക് എത്തിയാടാ, കുഴപ്പമില്ല നിങ്ങളുടെ അഡ്മിഷൻ എല്ലാം ക്യാൻസൽ ആക്കിയിട്ട് പെട്ടെന്ന് ഇവിടേക്ക് വാ. ഇനി പ്രത്യേകിച്ച് ഹുവയുടെ ഒരു കാര്യം പറയാനുണ്ട്. എന്നിന് അവനും പറയുമ്പോഴാണ് മുകളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്, എന്നോട് എന്തോടെ പറയാനുള്ള. എന്നിന് അവന്മാരെല്ലാം ലണ്ടനിൽ പോയതുപോലെ ഇപ്പൊ പ്രാങ്ക് ചെയ്തതാണ്. അങ്ങനെ അവന് താഴേക്ക് വന്നിട്ട്, എടാ മിങ് നിനക്ക് എന്നോടെന്തോ പറയാനുള്ള. എന്നിനെ ഹുവ അയക്കും. അതിനുശേഷം അവനെ അകത്തേക്ക് വിളിച്ചോണ്ടായിട്ട് അവനോട് പറയും, എടാ ഹുവ കൊച്ചിലെന്തെങ്കിലും സ്പൈഡർമാൻ പാവ കിട്ടിയില്ല, അത് ഞാൻ കാരണോ കീറിപ്പോയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് സോറി എന്നെ ക്ഷമിച്ചേക്ക്. എന്നിനവൻ പറയും. അപ്പൊ ഇത് കേട്ട് ഹുവയും, സോറി ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, എനിക്ക് കുറച്ച് റെസ്പെക്റ്റോടെ വേണം സോറി. എന്നിന് അവനും കളിയാക്കുമ്പം ഇത് കേട്ട് മിങ്ങും, എങ്കിൽ ശരി ഞാൻ റെസ്പെക്റ്റോടെ തന്നെ സോറി ചോദിക്കാം. എന്നിന് അവൻ റെഡി ആകുമ്പോ തന്നെ ഇത് കേട്ട് ഫെങ്ങും, ഓ ഇന്നൊരു വലിയ സംഭവം നടക്കാൻ പോവാ, നമ്മുടെ മിങ് ആദ്യമായിട്ട് സോറി ചോദിക്കാൻ പോകുന്നത്, ഇത് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എന്നിന് അവന് റെഡി ആയിട്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ മിങ്ങും സോറി ചോദിച്ചോടെ ഇത് കേട്ട് അവന്മാരെല്ലാം ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് ഫെങ്ങും നമ്മുടെ മിങ് ചെയ്ത പോലെ യാങ്ങിനോട് കളിയാക്കുമ്പോഴാണ് ഇത് കണ്ട് അവനും ദേഷ്യപ്പെട്ട്, എടാ മര്യാദയ്ക്ക് വീഡിയോ ഡിലീറ്റ് ആടാ. എന്നിട്ട് ഇവരെല്ലാം പരസ്പരം സന്തോഷത്തോടെ അടിണ്ടായിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ ഷാൻഷയുടെ അച്ഛനും പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് മൊത്തത്തിൽ കടത്തിലാകും. അതുകൊണ്ട് വീട്ടിൽ ഷാൻഷയുടെ അമ്മയും അച്ഛനും തമ്മിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം നമ്മുടെ ഷാൻഷ ഇതെല്ലാം അറിഞ്ഞിട്ട് അവൾ അവിടേക്ക് വരുന്നത്. എന്നിട്ട് ഇവരെല്ലാരും കൂടെ ഇനി പണത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മിങ് അവിടെ വന്ന് ഈ പ്രശ്നമെല്ലാം പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി കുറച്ച് പണം കൊടുക്കും. ഇത് കണ്ട് ഷാൻഷായും, മിങ് നീ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഞങ്ങളെന്നെ നോക്കിക്കോളാം. എന്നിട്ട് അവളും പറയുമ്പം ഇത് കേട്ടവനും, ഷാൻഷായി ഇത് നീ ഒരു കടമായിട്ട് വെച്ചോ, നിന്നെ കൊണ്ട് എപ്പോൾ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നോ അപ്പൊ എനിക്ക് തിരിച്ചെന്നാൽ മതി. എന്നിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷാൻഷായും നമ്മുടെ മെയിൻ ചെയ്ത സഹായത്തിന് അവനോട് താങ്ക്സ് പറയാൻ വേണ്ടി അപ്പൊ തന്നെ അവനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവനടുത്തേക്ക് വന്നിട്ട്, ഷാൻഷായി നീ പണത്തിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, നിനക്ക് ഞാൻ തന്ന കടം തിരിച്ചറിഞ്ഞു, അത്രയല്ലേ ഉള്ളു. എന്റെ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോവാ, അതിനകത്ത് നീ ജയിക്കുവാണെങ്കിൽ എനിക്ക് തരാനുള്ള പൈസ എല്ലാം നിന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് അവൾ സന്തോഷപ്പെട്ട്, ഓക്കെ ഞാൻ ഇത് പങ്കെടുത്ത് ജയിച്ചിരിക്കും. എന്നിട്ട് അവളും കോമ്പറ്റീഷന് റെഡിയാകും. പക്ഷെ നമ്മുടെ മീൻ അവൾ ഈ കോമ്പറ്റീഷന് ചേരാൻ പറഞ്ഞത് ഒരു കാര്യമായിട്ടാണ്. കാരണം അവന്റെ അമ്മയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഒരുപക്ഷെ അവൾ ജയിക്കുവാണ് അവന്റെ അമ്മയുടെ മനസ്സിൽ ഷാൻഷായ്ക്ക് ചെറിയ വില കിട്ടും. അതുകൊണ്ടാണ് അവൾ ഈ കോമ്പറ്റീഷന് പറഞ്ഞത്. കാരണം സാധാരണ ഷാൻഷായ പോലെ പാവപ്പെട്ടവരൊന്നും അവന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഈ കാര്യമൊക്കെ അവൻ എഫോറിനോട് പറയുമ്പോഴാണ് ഇത് കേട്ടവന്മാരും, എടമിങ് നിന്റെ അമ്മയ്ക്ക് ഷാൻഷായ പോലെ പാവപ്പെട്ടവരൊന്നും ഇഷ്ടമല്ല, നീ പറയുന്നതിലെ കുക്കിംഗ് കോമ്പറ്റീഷന് ജയിക്കുവാണ് അവൾക്ക് ചെറിയ വില കിട്ടും, പക്ഷെ അവളെ കൊണ്ട് അതൊക്കെ ചെയ്യാൻ
പറ്റുമോ? കാരണം ഇതിനെ കുറെ എക്സ്പീരിയൻസ് ആണ്. അതിന് അവന്മാർ പറയുമ്പോഴാണ് ഇത് കേട്ടവനും അതൊന്നും പേടിക്കണ്ട, ഷാൻഷയെ കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം പഠിക്കാൻ പറ്റും. കൂടാതെ ഒരു ഗ്രേറ്റ് ചെഫിനെയും കൂടെ അവൾക്ക് ഞാൻ ടീച്ചറാക്കാം. എന്നതിന് അടുത്ത നിമിഷം തന്നെ നമ്മുടെ മിങ്ങിന്റെ ചേച്ചി ഷാൻഷയെ കാണാന്ന് പറഞ്ഞ് അവളെ വിളിച്ചൊരുത്തും. എന്നിട്ട് ചേച്ചിയും പറയും, ഷാൻഷായി ഞാനിപ്പോ നാട്ടിലേക്ക് വന്നത് എന്റെ അനിയൻ വിളിച്ചിട്ട. നീ കുക്കിംഗ് കോമ്പറ്റീഷന് പങ്കെടുത്താലും എനിക്കറിയാം, നീ ഒന്നും പേടിക്കണ്ട, ഞാനൊരു ഗ്രേറ്റ് ചെഫാ. എന്നിട്ട് ചേച്ചിയും പറയുമ്പോഴാണ് ഇത് കേട്ടവളും എന്തോ നിങ്ങൾക്ക് പാചകമൊക്കെ ചെയ്യാറിയാ? എന്നിന് അവൾ വയ്ക്കും. അപ്പൊ ഇത് കേട്ട് ചേച്ചിയും, ഷാൻഷായി കൊച്ചിലെ മിങ്ങിന് ഇഷ്ടപ്പെടാത്ത ഫുഡ് പംകിനാന്ന് എനിക്കറിയാം, അവനെ ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ പംകിൻ എങ്ങനെ ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പഠിച്ച് അവസാനം ഞാനും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചെഫായി. അവിടെ നീ പഠിക്കണ്ട, നീ കോമ്പറ്റീഷന് ജയിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ റെഡിയാക്കി തരാം. എന്നിട്ട് ചേച്ചിയും അവള് ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങും. അതേസമയം എല്ലാവരും കൂടെ നമ്മുടെ ഷാൻഷായ്ക്കെതിരെ ആരൊക്കെ കോമ്പറ്റീഷൻ ചെയ്യുന്നോ അവരുടെ ലിസ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അതേസമയം നമ്മുടെ മിങ് മാത്രം അവരോട് കൂട്ടിക്കാതെ സമാധാനത്തോടെ പാലൊടിക്കുമ്പോഴാണ് ഇത് കണ്ടവന്മാരും, എടാ മിങ് നീ ഒന്നും നോക്കുന്നില്ലേ ഷാൻഷായ്ക്കെതിരെ ആരൊക്കെ ഫൈറ്റ് ചെയ്യുന്നത്? ഇതിന് അവന്മാരായിരിക്കും അവനും, എടാ നമ്മൾ എന്ത് നോക്കിയാലും ഷാൻഷായ് ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല ഷാൻഷായ് F4 എതിർത്തവള, അവളെ കൊണ്ട് ഈ കോമ്പറ്റീഷനൊക്കെ ജയിക്കാൻ പറ്റത്തില്ല. ഇതിന് അവന് ഓവർ കോൺഫിഡൻസ് ആയിട്ടിരിക്കും. അതേപോലെ മിങ്ങിനെ ചേച്ചിയും പുതിയ ഗെറ്റപ്പ് എല്ലാം ചേഞ്ച് ചെയ്ത് അവളെ പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ചോണ്ടിരിക്കും. ഷാൻഷായ് കുക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ആറ്റിറ്റ്യൂഡാ, അതൊന്നും ആരും വലിയ കാര്യമായിട്ട് എടുത്തില്ല, പക്ഷെ നീ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ നിനക്ക് പാചകം പഠിച്ച നീ ആയിരിക്കും വിന്നർ. എന്നിട്ട് അവൾക്ക് ഓരോ പാചകമൊക്കെ വെറൈറ്റി ആയിട്ട് പഠിപ്പിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഓരോ ഡിഷിനും വെറൈറ്റി പേരെ കൊടുക്കാൻ പറഞ്ഞിട്ട് അവസാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മിങ്ങിന്റെ കൊടുക്കുമ്പോഴാണ് അവന് ഷാൻഷായ് ഉണ്ടാക്കി എല്ലാ ഫുഡും കഴിച്ചു നോക്കിയിട്ട്, ആ ഇതെല്ലാം കിടിലാണല്ലേ ഷാൻഷായ്, നീയാ വിന്നർ എന്ന് ഞാൻ പറയും. അപ്പൊ ഇതേട് ചേച്ചിയും, ഓ ഇവനിപ്പോ നീ ഉണ്ടാക്കിയത് ഏതായാലും കിടിലെന്ന് പറയത്തുള്ളൂ, അതുകൊണ്ട് മിങ് ഞാൻ ചോദിക്കാം, ഇതിനകത്ത് കാണാൻ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള അതേപോലെ തന്നെ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാ? എന്ന് അവനും ചോദിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ ഫുഡും കൊള്ളാം, പക്ഷെ ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ട എന്ന് ഞാൻ പറയും. അപ്പൊ ഇത് കേട്ടോടെ ഷാൻഷായ് സന്തോഷപ്പെടുമ്പോഴാണ് ചേച്ചിയും പറയുന്നത്, ഷാൻഷായ് പ്രധാനമായിട്ട് നീ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആവല്ലേ, നിന്നെ കൊണ്ട് പറ്റുന്നത്ര ട്രൈ നീ ചെയ്തോണ്ടിരിക്കണം എന്നിനെ അവൾ അഡ്വൈസ് ചെയ്യും. അതിനുശേഷം ഷാൻഷായും ഇതിനുമ്പോ അവൾ ഒരുമിച്ച് ജോലി ചെയ്ത ആ ജെഫിനെ കാണാൻ പോകുമ്പോഴാണ് അവനും പറയുന്നത്, ഷാൻഷായ് എന്റെ ഫാമിലി റിച്ച് ആണെന്നുള്ള കാര്യം ഞാൻ നിന്നോട് മറച്ചു വെച്ചിന് സോറി, പക്ഷെ എനിക്ക് ചെഫ് ആകാനാ താല്പര്യം. അതുപോലെ തന്നെ നീ ഇപ്പൊ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ഞാൻ അറിഞ്ഞു, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്നെ മാരേജ് ചെയ്യാൻ വേണ്ടി ഒരു പെണ്ണ് ഈ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട്, അവളെ കുക്കിംഗ് പഠിക്കാൻ ആർക്കും സാധിക്കത്തില്ല, അതുകൊണ്ട് നീ അതിൽ നിന്ന് മാറുന്നതായിരിക്കും നല്ലത് എന്നിന് അവനെ അഡ്വൈസ് ചെയ്യും. ഇത് കേട്ട് ഷാൻഷായും അവളിന് എന്തായാലും കുക്കിംഗ് കോമ്പറ്റീഷന് പോയാൽ തോക്കത്തോളെന്ന് വിചാരിച്ച് കോൺഫിഡൻസ് എല്ലാം പോകും. അതുകൊണ്ട് നേരെ തന്നെ മിങ്ങിന്റെ വീട്ടിലേക്ക് ചെന്ന് അവളുടെ ലക്കേജ് എല്ലാം എടുത്ത് തിരിച്ച് വീട്ടിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളെ മിങ് കാണുന്നത്. ഇതുകൊണ്ട് അവനടുത്തേക്ക് വന്നിട്ട്, ഷാൻഷായ് ലക്കേജ് ഒക്കെ എടുത്തിട്ട് എവിടെ പോകുന്നത്, നിന്റെ ട്രെയിനിങ് ഇതുവരെ കഴിഞ്ഞില്ലല്ല എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും, ഓ ട്രെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാനാ, എന്തായാലും കോമ്പറ്റീഷന് ഞാനേ തോക്കാൻ പോകുന്നത്, പിന്നെ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്, നിനക്ക് ഞാൻ തരാനുള്ള പൈസ വേറെ എങ്ങനെയാലും ഉണ്ടാക്കി തരാം എന്നിന് അവളും പറയുമ്പം ഇത് കേട്ട് അവനും, ഷാൻഷായ് നീ കോമ്പറ്റീഷന് പങ്കെടുക്കാതെ തന്നെ തോറ്റോ എന്ന് പറയല്ലേ, നിന്നെ കൊണ്ട് പറ്റും എന്നിന് അവളെയും വിളിച്ചോണ്ട് അവന്റെ റൂമിലേക്ക് അങ്ങ് പോകും. എന്നിട്ട് അവനും പറയും, ഷാൻഷായ് നിന്റെ മൂഡ് മാറാൻ വേണ്ടി നമുക്കാണ് കാർഡ് ഗെയിം കളിച്ചാലോ എന്നിന് ഇവ രണ്ടുപേരും കൂടെ പരസ്പരം കളി തോക്കുന്നവരുടെ ഫേസിൽ മാർക്കർ വരച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനം അവളുടെ ഫേസിൽ വരയ്ക്കാൻ വേണ്ടി നമ്മുടെ മിങ് അടുത്തേക്ക് വരുമ്പോഴാണ് അവളും കിസ് ചെയ്യാമോ എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കും. അപ്പോഴാണ് നമ്മുടെ മിങ് ഇത് കണ്ട്, ഷാൻഷായ് അടുത്ത നീ ആ കാർഡ് ഇടണ്ട എന്നിന് അവന് മൈൻഡ് ചെയ്യാതെ ഇവർ രണ്ടുപേരും കാർഡ് ഗെയിം കളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടുത്തെ ഗാർഡിയൻ വന്ന് നമ്മുടെ ചേച്ചിയോട് പറയും, മാഡം ഷാൻഷായ് ഇവിടെ നിന്ന് പോയെന്ന് തോന്നുന്നു, അവളുടെ ലക്കേജ് ഒക്കെ താഴെ കിടക്കുന്ന കണ്ടായിരുന്നു എന്നിന് അദ്ദേഹം പറയുമ്പോഴാണ് ചേച്ചിയും, ഇപ്പൊ മിങ് അവടാ എന്നിന് അവന്റെ റൂമിൽ ചെന്ന് നോക്കുമ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ മാർക്കറും വെച്ചും കളിച്ച് ഒരുമിച്ച് തന്നെ കടന്ന് ഉറങ്ങിപ്പോയി കാണും. അങ്ങനെ ഇത് കണ്ട് ചേച്ചിയും ചിരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അതേസമയം ഉറക്കത്തിൽ നിന്ന് എഴുതിയൊക്കെ നമ്മുടെ മിങ്ങും അവളുടെ ഫേസിലെ മാർക്കർ ഉണ്ട് അവനും ചിരിച്ച് അവളറിയാതെ തന്നെ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ സൈഡ് ഒട്ടിച്ചിരിക്കും. അങ്ങനെ അടുത്ത ദിവസം എഴുന്നേറ്റ് അവളും ആ ഫോട്ടോ കണ്ട് ദേഷ്യം വിട്ട്, എടാ നിന്നാരാട് ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞ എന്നിന് അവളതൊക്കെ കീറുമ്പം അവന് അടുത്തേക്ക് വന്ന് അത് കീറാൻ സമ്മതിക്കാതെ തടഞ്ഞോണ്ടിരിക്കും. അതിനെ ശിവനും കോളേജിലേക്ക് പോകുമ്പോഴാണ് മിങ്ങിനെ കണ്ട് അവന്മാരെല്ലാരും കൂടെ, എടാ മിങ് ഷാൻഷയുടെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ വന്ന്, അവളെ കൊണ്ട് ജയിക്കാൻ പറ്റുമോ, കാരണം ഷാൻഷയ്ക്കെതിരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കിടിലൻ ചെഫ് ഉണ്ടെന്നൊക്കെ പറയുന്നത് എന്നിന് ഞാൻ പറയുമ്പം ഇത് കേട്ട് മിങ്ങും, എടാ ആര് വന്നാലും ജയിക്കാൻ വന്ന ഷാൻഷായ് ആയിരിക്കും എന്നിന് അവളെ ഓർത്ത് കോൺഫിഡന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഫെങ്ങും, ഓ എടാ ഞാൻ നീ പറഞ്ഞ പെണ്ണില്ലേ, അവൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ആദ്യം തന്നെ ഞാൻ പോയി അവളെ വീഴ്ത്തും എന്നിന് യുമാല സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം ഷാൻഷായ് ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി അവൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഷാൻഷായ് തിരിച്ച് നമ്മൾ മിങ്ങിന്റെ വീട്ടിലേക്ക് പോയി ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കി ചേച്ചിയുടെ ഫ്രണ്ട് വയ്ക്കുമ്പോഴാണ് അവരിത് കഴിച്ചു നോക്കിയിട്ട്, ഷാൻഷായ് ഈ ഫുഡ് കൊള്ളല്ലേ, ഇത് നീ എങ്ങനെ ഉണ്ടാക്കിയ എന്നിന് അവർ ചോദിക്കുമ്പോൾ ഷാൻഷായും, ഓ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് എന്റെ അമ്മയ്ക്കാ, കാരണം അവരുടെ ഒരു ബെസ്റ്റ് ഡിഷ് ആയത് എന്നിന് അവളറിയുമ്പം ഇത് കേട്ട് ചേച്ചിയും വേറൊരു ചെഫും കൂടെ, ഷാൻഷായ് ഇങ്ങനെ പോകുവാണെങ്കിൽ നീ ആയിരിക്കും പിന്നെ എന്നിന് അവർ രണ്ടും കൂടെ കോൺഫിഡൻസ് കൊടുത്തോണ്ടിരിക്കും. അതിനുശേഷം ഷാൻഷായും ആ പഴയ ചെഫിനെ കാണാൻ പോകുമ്പോഴാണ് അവനും പറയുന്നത്, ഷാൻഷായ് അന്ന് ഞാൻ നിന്നെ കുറച്ച് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കണക്ക് കളിയിൽ നിന്നൊക്കെ മാറിപ്പോകാൻ പറഞ്ഞു, അതെനിക്ക് ഇപ്പോഴേ തെറ്റായിട്ട് തോന്നിയത്, നീ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യും എന്നിന് അവനും പറയുമ്പോഴാണ് അവളും അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ, ഇല്ല എന്തായാലും നീ പറഞ്ഞും കറക്റ്റാ, എന്നെക്കാളും നല്ലോണം പാചകം ചെയ്യുന്ന ചെഫൊക്കെ ആ കോമ്പറ്റീഷൻ വരും, അതുകൊണ്ട് ഞാനും കുറച്ച് നല്ലോണം പഠിക്കേണ്ട അത്യാവശ്യം, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്റെ ഫ്രണ്ട്സ് ഉണ്ട് എന്നിന് അവളും പറഞ്ഞിട്ട് അടുത്ത ദിവസം കോമ്പറ്റീഷൻ ആവും. അങ്ങനെ ഈ കോമ്പറ്റീഷനിൽ ആരാ ജയിക്കുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. കൂടാതെ ഈ വീഡിയോ എങ്ങനെയാണെന്ന് താഴെ കമന്റ് സെക്ഷനിൽ മനസ്സിലൂടെ
മനസ്സിലുള്ള വാക്കുകൾ തുറന്നു പറയുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.